ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ട് എങ്ങനെ ഒരു പായസം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് നുറുക്ക് ഗോതമ്പ് 1 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2-3 തവണ നല്ലതുപോലെ കഴുകിയിട്ട് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെയിം പാത്രത്തിൽ തന്നെ 2 കപ്പ് വെള്ളം എടുത്ത് ഒരു 2 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊന്ന് അടുപ്പിച്ച് വയ്ക്കാം. അതിനായിട്ട് ഈ സെയിം പാത്രത്തിൽ തന്നെ 1 കപ്പ് ശർക്കര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മീഡിയം മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് കശുവണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുന്തിരിങ്ങ, അത് നല്ലതുപോലെ കഴുകിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഏലക്കായും ജീരകവും ചുക്കും പൊടിച്ചത് 1/4 ടീസ്പൂൺ വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അവസാനം നമുക്ക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ശർക്കര ഞാൻ ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് ഞാനൊരു 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1/4 പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒട്ടും വെള്ളം ഒഴിക്കാതെ 1/4 പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2/2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അതിലൂടെ ഒരു ഉരുളി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് അതിലോട്ട് ഇട്ട് കൊടുത്ത് ശർക്കരയ്ക്കകത്ത് നമുക്ക് ആ നുറുക്ക് ഗോതമ്പ് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഈ ഗോതമ്പിലോട്ട് നല്ലപോലെ മധുരം അങ്ങോട്ട് പിടിക്കണം. അതിന് നല്ലതുപോലെ നമുക്ക് ശർക്കരപ്പാനിക്കകത്തിട്ട് വരട്ടി ആ ശർക്കരപ്പാനി നല്ലതുപോലെ ഒന്ന് ഇച്ചിരി വറ്റിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2/2 പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നൊന്നും കാണിച്ചു തരാൻ പറ്റാത്തത്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2/2 പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അത് വേണമെന്ന് തോന്നുവാണെങ്കിൽ ചേർക്കാവുന്നതാണ്. നമുക്ക് വേണ്ട പരുവമായി കഴിയുമ്പോൾ നമുക്ക് 1/4 പാൽ ചേർക്കണം. അപ്പം ഏത് പരുവത്തിലാണ് ഇരിക്കും തോറും ഇത് കുറുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് പരുവത്തിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പരുവം നോക്കിയിട്ട് 1/4 പാൽ ചേർക്കുക. ഇപ്പോൾ 1/4 പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കഴിയുമ്പം തിളയ്ക്കാൻ അനുവദിക്കേണ്ട, നല്ലപോലെ ചൂടായാൽ മാത്രം മതി. നല്ലപോലെ ചൂടാകുന്നവരും ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു അടുപ്പിലോട്ട് പാൻ വെച്ചിട്ട് നെയ്യ് ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കിസ്മിസും കശുവണ്ടിയും ചേർക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ റോസ്റ്റ് ആയിക്കോട്ടെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പായസം മാറ്റി വെച്ചിരിക്കുന്ന പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ നല്ല വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.